സ്ത്രീകളും കുട്ടികളും അടക്കം 100-ലേറെ മൃതദേഹം കുഴിച്ചു മൂടിയിരിക്കുന്ന ഒരു സ്ഥലം. അതെ, ആരും ഞെട്ടണ്ട. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ധർമ്മസ്ഥലത്തിനെ പറ്റിയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്നു, പ്രാർത്ഥനകൾ ഉയരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യങ്ങൾ ധർമ്മസ്ഥലയിലെ കൽമണ്ഡപങ്ങളിലൂടെ പ്രതിധ്വനിക്കുന്നു. എന്നാൽ ആത്മീയ ശാന്തതയ്ക്ക് പിന്നിൽ ഇരുണ്ട എന്തോ ഒന്ന് ഉരുണ്ടുകൂടുന്നു. അഴിമതിയോടെ മന്ത്രിപ്പുകൾ, നിയമപരമായ കൊടുങ്കാറ്റ്, പവിത്രതയെ ശല്യപ്പെടുത്താൻ ധൈര്യപ്പെടുന്ന ചോദ്യങ്ങൾ, ലോകം അറിയരുതെന്ന് ആഗ്രഹിക്കാത്ത ഒരു സത്യം ധർമ്മസ്ഥലം മറച്ചു വയ്ക്കുകയാണ്. ഇത് ഒരു ക്ഷേത്രത്തിൻ്റെ കഥ മാത്രമല്ല, ഇത് ശക്തിയുടെയും വിശ്വാസത്തിൻ്റെയും നിശബ്ദതയുടെയും കഥയാണ്. വിവാദം മനസ്സിലാക്കാൻ നാം പവിത്രത മനസ്സിലാക്കണം. കർണാടകയിലെ പച്ചപ്പു നിറഞ്ഞ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ധർമ്മസ്ഥല വെറും ഒരു തീർത്ഥാടന കേന്ദ്രമല്ല. ഹിന്ദുധർമ്മത്തെയും ജൈന തത്വചിന്തയെയും ഒന്നിപ്പിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആത്മീയ സ്ഥാപനമാണിത്. ഒരു ശൈവ ക്ഷേത്രത്തിൽ അധ്യക്ഷനായ ഒരു ജൈന കുടുംബത്തെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു. മതസൗഹൃദത്തിൻ്റെ ഈ മിശ്രിതം ധർമ്മസ്ഥലത്തെ വൈവിധ്യത്തിൽ ഏകതത്വത്തിൻ്റെ പ്രതീകമായി മാറ്റി. ധർമ്മസ്ഥലയുടെ സ്ഥാപനം വളരെ പുരാതനവും ആധ്യാത്മികതയും മതസൗഹൃദവും നിറഞ്ഞ ചരിത്രം ഉൾക്കൊള്ളുന്നതാണ്. ഇതിൻ്റെ സ്ഥാപനം ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 13-ാം നൂറ്റാണ്ടിൽ നടന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു കാലത്ത് കർണാടകയിലെ മലനാട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നെല്ലിയാടി, ബേന്ദ്ര, ധരമണ്ണൻ, ഹൈബി എന്ന ജൈന കുടുംബം ഈ പ്രദേശത്ത് ജീവിച്ചിരുന്നു. അവർക്ക് ദൈവവിശ്വാസവും സന്മാർഗങ്ങളിലും ആഴമായ വിശ്വാസമുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ ഈ കുടുംബത്തിന് മുന്നിൽ ധർമ്മദേവതകളായ ധർമ്മ, കർമ്മ, ന്യായ, സത്യ എന്നിവയുടെ ദൈവീക രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവർ നിർദ്ദേശിച്ചത് ഈ പ്രദേശത്ത് ധർമ്മസ്ഥാപനം നടത്തണമെന്നും ശ്രീ മഞ്ജുനാഥസ്വാമിക്ക് ഒരു ക്ഷേത്രം സ്ഥാപിക്കണമെന്നും. മഞ്ജുനാഥസ്വാമി എന്ന് വിശേഷിപ്പിക്കുന്നത് സാക്ഷാൽ പരമശിവനെയാണ്. ധർമ്മം പാലിച്ച് ജനങ്ങൾക്ക് സേവനം ചെയ്യണമെന്നും. ഹെഗ്ഡെ കുടുംബം ഈ ദർശനത്തെ മാനിച്ച് ഇവിടെ മന്ത്രോച്ചാരത്തോടെ ക്ഷേത്രം നിർമ്മിച്ചു. സാമൂഹിക സേവനങ്ങൾക്ക് തുടക്കമിട്ടു. ഇന്ന് വരെ ഹെഗ്ഡെ കുടുംബം തന്നെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയിടുന്നു. അതിലും പ്രധാനിയാണ് ഇപ്പോഴത്തെ വീരേന്ദ്ര ഹെഗ്ഡെ സ്വാമി. ഇന്ന് ഹെഗ്ഡെ കുടുംബത്തിലെ 21-ാമത്തെ ധർമാധികാരി ഡി വീരേന്ദ്ര ഹെഗ്ഡെയാണ് ക്ഷേത്രത്തിൻ്റെ അധ്യക്ഷൻ. ആത്മീയ വഴികാട്ടിയും മനുഷ്യസ്നേഹിയും നേതാവുമായി ആദരിക്കപ്പെടുന്നു. അദ്ദേഹം സ്കൂളുകളും ആശുപത്രികളും നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ വമ്പിച്ച സാമൂഹിക സേവന പരിപാടികൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്രയും ബഹുമാനിക്കപ്പെടുന്ന ഇത്ര പവിത്രമായ ഒരു സ്ഥലം എങ്ങനെയാണ് തെറ്റായ കാരണങ്ങളാൽ വാർത്തകളിൽ ഇടം നേടിയത്? ധർമ്മസ്ഥല ക്ഷേത്ര ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട് ആളുകളുടെ കൈകളിൽ നിന്ന് തനിക്ക് അനീതി നേരിടേണ്ടി വന്നതായി ഒരു സ്ത്രീ അവകാശപ്പെട്ടു. ആദ്യമൊക്കെ മറ്റൊരു ഇന്റർനെറ്റ് കഥ പോലെ തള്ളിപ്പോയെങ്കിലും പെട്ടെന്ന് ഭൂമി കയ്യേറ്റം, സാമ്പത്തിക ദുരുപയോഗം, അധികാര ദുർവിനിയോഗം തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ഇതൊരു വിശുദ്ധ സ്ഥാപനത്തിനെതിരെയുള്ള സംഘടിത ആക്രമണമായിരുന്നു, അതോ രഹസ്യങ്ങളുടെ ഭാരത്തിൽ ശക്തമായ ഒരു പാരമ്പര്യം ഒടുവിൽ തകർന്നു വീഴുകയായിരുന്നു? ട്രസ്റ്റ് തോന്നുന്നത്ര സ്വകാര്യമല്ല. അവർക്ക് വിശാലമായ ഭൂമിയുണ്ട്. അവയിൽ ചിലത് സമ്മർദ്ദത്തിൽ ഏറ്റെടുത്തപ്പെട്ടതാണെന്ന് നാട്ടുകാർ പറയുന്നു എന്നൊരു മുൻ ജീവനക്കാരി അവകാശപ്പെട്ടു. ചില ആഭ്യന്തര ക്രമക്കേടുകൾ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതായി ആരോപിക്കപ്പെടുന്നു. അവർ പോലീസിൽ പരാതി നൽകി, പക്ഷേ അത് അധികം മുന്നോട്ട് പോയില്ല എന്ന് മറ്റൊരു വിസിൽ ബ്ലോവർ ആരോപിച്ചു. 1995 മുതൽ 2014 വരെ ധർമ്മസ്ഥലയിലും പരിസരങ്ങളിലും നടന്ന കൂട്ടശവ സംസ്കാരങ്ങൾ, ലൈംഗിക ചൂഷണങ്ങൾ, മരണങ്ങൾ എന്നിവ അന്വേഷിക്കാൻ കർണാടക സർക്കാർ DGP പ്രണവ് മോഹന്തിയുടെ കീഴിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം SIT രൂപീകരിച്ചു. സാക്ഷികൾക്ക് നേരെയുള്ള ഭീഷണികളും ന്യായമായ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകളും ചൂണ്ടിക്കാട്ടി അന്വേഷണം നിരീക്ഷിക്കാനും രാഷ്ട്രീയമായോ ജുഡീഷ്യൽ ഇടപെടലുകളും തടയാനും 4 അഭിഭാഷകർ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഖനനത്തിനായി 13 ശ്മശാന സ്ഥലങ്ങൾ SIT തിരിച്ചറിഞ്ഞു. പോയിന്റ് 6-ൽ ഭാഗികമായ അസ്ഥികൂടാവശിഷ്ടങ്ങളും ഒരു പാൻ കാർഡും കണ്ടെത്തുന്നു. ഇതൊരു പുരുഷൻ്റേതായിരിക്കാം. തിരിച്ചറിയാൻ സാധ്യതയുള്ള ഫോറൻസിക് മൂല്യമുണ്ട് എന്ന് ഫോറൻസിക് എക്സ്പേർട്സ് അവകാശപ്പെടുന്നു.
പോയിന്റ് 7, 8, 9, 10 എന്നിവിടങ്ങളിലും ഖനനം തുടരുന്നു. പോയിന്റ് 7-ൽ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തിയില്ല. ഇത് ടീമിനെ പോയിന്റ് 8-ലേക്ക് പോകാൻ പ്രേരിപ്പിച്ചു. 5-ാം ദിവസം പോയിന്റ് 9, 10 എന്നിവിടങ്ങളിൽ പ്രവർത്തനങ്ങൾ നടന്നുവെങ്കിലും മഴ മൂലം തടസ്സപ്പെട്ടു. ഇതുവരെ അവശിഷ്ടങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അന്വേഷണം തുടരുന്നു. ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ പുറത്തു വരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഇതുപോലുള്ള അപ്ഡേറ്റ്സുകളും ന്യൂസുകൾക്കുമായി വാട്ട് ഇഫ് ലാബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക.